It is quite interesting when people tell you what they cannot do without in life. തങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ചില കാര്യങ്ങളെപ്പറ്റി ആളുകൾ പറയുന്നത് വളരെ രസകരമാണ്. Now, I'm not talking about the basic necessities of food, water and shelter. നമ്മുടെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മുതലായ കാര്യങ്ങളെപ്പറ്റിയല്ല ഞാൻ സൂചിപ്പിച്ചത്. So some people say, I cannot do without my coffee or my tea. ചിലർ പറയാറുണ്ട്, എനിക്ക് കാപ്പി ചായ ഇല്ലാതെ ജീവിക്കാനേ കഴിയുകയില്ല. I cannot do without my spouse or my family. എൻ്റെ കുടുംബമോ എൻ്റെ ജീവിത പങ്കാളിയോ ഇല്ലാതെ എൻ്റെ ജീവിതം അസാധ്യമാണ്. My car, my job or my phone. എൻ്റെ ജോലിയോ എൻ്റെ കാറോ അല്ലെങ്കിൽ എൻ്റെ ഫോണോ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്നവരുണ്ട്. I wonder what it is that you cannot do without when you consider your own life. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. It is an interesting exercise to sit down for a moment and ask yourself the question, what can I manage without? എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അവിഭാജ്യമായ ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമെന്ന് നമ്മൾ ഓരോരുത്തരും ഒരു നിമിഷം നിന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. Now, after his resurrection and just before the ascension, Jesus told his disciples to wait to receive the Holy Spirit before they go out into ministry in the world. യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുൻപായി കർത്താവ് ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനു വേണ്ടി കാത്തിരിക്കുവാനും അതിനുശേഷം മാത്രം ശുശ്രൂഷയ്ക്കായി പുറപ്പെടുവാനും ആവശ്യപ്പെടുകയാണ്. And why was this necessary? ഇതിന്റെ കാരണം എന്താണ്? Jesus was telling them that in order to be his witnesses in the world, they would need his Holy Spirit. യേശു കർത്താവ് പറയുന്നത് ഈ ലോകത്തിൽ തന്റെ സാക്ഷികളായി നിലനിൽക്കണമെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിന്റെ ആവാസം അനിവാര്യമാണെന്ന്. They cannot be his witnesses with their own knowledge and experience, but with the power of God's Spirit. തങ്ങളുടെ സ്വന്തം അനുഭവ സമ്പത്തിലോ പരിചയത്തിലോ അറിവിലോ ഊന്നി ഒരിക്കലും ഈ ലോകത്തിൽ കർത്താവിന്റെ സാക്ഷികളായി നിൽപ്പാൻ കഴിയുകയില്ല. അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ മാത്രം സാധ്യമാകുന്നതാണ്. Acts chapter 10 verse 38 tells us that even Jesus lived in the power of the Spirit. അപ്പോസ്തല പ്രവൃത്തി 10:38 നാം കാണുന്നത് യേശു കർത്താവ് പോലും പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയിലും ആവാസത്തിലും മാത്രമാണ് നിലനിന്നത് എന്നാണ്. The anointing that made Jesus of Nazareth the Christ was the anointing of the Holy Spirit he received from God the Father. പിതാവായ ദൈവത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലാണ് നസറേയനായ യേശു ക്രിസ്തുവായി മെശിഹയായി തീരുന്നത്. And we are told that with the Holy Spirit and with power he went about doing good and healing all that were oppressed of the devil, for God was with him. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു കർത്താവ് എല്ലായിടവും സഞ്ചരിച്ച് നന്മ ചെയ്യുകയും സാത്താന്റെ അധീനതയിൽ നിന്ന് അനേകരെ വിടുവിക്കുകയും ചെയ്തു. Ezekiel presents a marvelous picture for us about the need and the work of the Spirit in chapter 37. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നത്, ഒരു വലിയ രൂപാന്തരം സംഭവിക്കുന്നത് എന്ന് നാം വായിക്കുന്നുണ്ട്. The story here is about the people of Israel experiencing defeat, destruction and death. ഇസ്രായേൽ ജനത വലിയ പരാജയവും നാശവും തകർച്ചയും അനുഭവിക്കുന്നതിനെ പറ്റിയാണ് ഈ അധ്യായം പ്രതിപാദിക്കുന്നത്. They are reduced to a valley of dry bones. ഒരു അസ്ഥികൾ നിറഞ്ഞിരിക്കുന്ന താഴ്വരയ്ക്ക് സമാനമായി ഇസ്രായേൽ ജനതയുടെ ജീവിതം മാറിക്കഴിഞ്ഞിരുന്നു. Ezekiel provides this very vivid and graphic picture of how life comes to the people of Israel. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ ജീവൻ കടന്നെത്തുന്നത് എങ്ങനെയെന്നതിനെ പറ്റി വളരെ മനോഹരമായി പ്രത്യേകമായ ഒരു ചിത്രമാണ് യെഹെസ്കേൽ പ്രവാചകനോട് വരച്ചു കാണിക്കുന്നത്. He speaks about how the bones come and join together
അസ്ഥികൾ വേറിട്ട് കിടന്ന അസ്ഥികളെല്ലാം ഒരുമിച്ച് ചേരുന്നതിനെ പറ്റിയുള്ള ഒരു വിവരണമാണ് ഈ അധ്യായത്തിൽ. And though everything comes together, yet they cannot move. അസ്ഥികളൊക്കെയും യോജിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചലിക്കാൻ സാധിക്കുന്നില്ല. And then God says, prophesy to these bones. ദൈവം പറയുകയാണ്, ഈ അസ്ഥികളോട് പ്രവചിക്കുക എന്ന് പ്രവാചകനോട് പറയുന്നു. Call breath into them. ഈ അസ്ഥികളിലേക്ക്, ഉണങ്ങിയ അസ്ഥികളിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ആവസിക്കുവാൻ വേണ്ടി പ്രവചിക്കുക. And when that is done, they stand up as a vast army. ആ അസ്ഥിത്താഴ്വരയിൽ അസ്ഥികൾ യോജിക്കുമ്പോൾ പോലും ദൈവത്തിന്റെ ആത്മാവ്, അവരുടെ ശ്വാസം അവരിലേക്ക് എത്തുമ്പോഴാണ് അവർ എഴുന്നേറ്റ് ഒരു വലിയ സൈന്യമായി നിൽക്കുന്നത്. The dry bones need the breath, the ruach of God. ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ആ റൂഹ എത്തുമ്പോഴാണ് ഉണങ്ങിയ അസ്ഥികൾ ജീവനുള്ള സൈന്യമായി രൂപാന്തരപ്പെടുന്നത്. The pneuma of God, which is the power and the force and wind of God. ദൈവത്തിന്റെ ന്യൂമ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വലിയ ആ കാറ്റ്, ആവാസം, അതാണ് ഈ അസ്ഥി താഴ്വരയിൽ അത്ഭുതം സംഭവിപ്പിക്കുന്നത്. To give them life and hope. അവരുടെ ജീവിതത്തിൽ പുതിയ ജീവനും പുതിയ പ്രതീക്ഷയും നൽകുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആവാസമാണ്. The Spirit brings life. ആത്മാവ് ജീവനെ നൽകുന്നതാണ്. The Spirit brings revival and renewal. ജീവിതത്തിൽ പുതുക്കവും ഉണർവും നൽകുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. Sometimes we are dry in our faith. We are dry in our testimony. We are dry in our witness as Christians. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ആകെ ഉണങ്ങി വരണ്ട അനുഭവത്തിൽ കൂടെ കടന്നുപോയേക്കാം. ഒരുപക്ഷെ നമ്മുടെ സാക്ഷ്യം വരണ്ടു പോയേക്കാം. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ആകെ വരൾച്ചയുടെ അനുഭവത്തിലായിരിക്കാം. And we need an infusion of God's Spirit to give us life and energy. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ശക്തിയും പുതിയ പ്രകാശവും ലഭിക്കാനായി നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് ആവശ്യമാണ്. Ezekiel's picture tells us that without the Spirit we are dry bones. യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവില്ലാതെ നാം എല്ലാവരും വെറും ഉണങ്ങിയ അസ്ഥികൾ മാത്രമാണെന്നാണ്. Yet there are many Christians today who wish not to talk about the experience and presence and power of the Holy Spirit. എന്നാൽ ഇന്ന് അനേക ക്രിസ്തുവിശ്വാസികൾ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തെ പറ്റിയോ പ്രവർത്തനത്തെ പറ്റിയോ പങ്കിടുവാൻ, അതിനെ തിരിച്ചറിയുവാൻ താല്പര്യപ്പെടുന്നില്ല. I want to put it to you today that you cannot be a Christian or a believer without the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ ആവാസമില്ലാതെ ഒരിക്കലും ഒരു ക്രിസ്തീയ വിശ്വാസിയായി തീരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. So in this Bible study this morning, I want to ask the question, why do I need the Holy Spirit? ഈ ഒരു വേദ പഠനത്തിൽ ഞാൻ നിങ്ങളോട് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമായിരിക്കുന്നത്? Now the gospel writer John gives us some very significant reasons as to why we need the Spirit's presence in our life. വിശുദ്ധ യോഹന്നാൻ ദൈവ ആത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റിയും അനിവാര്യതയെ പറ്റിയും ചില കാര്യങ്ങൾ സുവിശേഷത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. In John chapter 16 verses 1 or 4 right to verse 15, he tells us about the work of the Holy Spirit. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന രീതിയെ പറ്റി വളരെ വ്യക്തമായി വിശുദ്ധ യോഹന്നാൻ പ്രഖ്യാപിക്കുന്നു. So let's pause to listen to the passage. നമുക്ക് ഈ ദൈവവചന ഭാഗം വായിച്ചു കേൾക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 to verse 15. 1 to? Yeah, you can start from 1. Sorry. 1 to 15. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും
ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇനിയും നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിയുകയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. Now this is a very interesting passage because we are told why we need the Holy Spirit. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ആവശ്യമെന്ന് പറയുന്നതിനാൽ ഇത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം തന്നെയാണിത്. So let me give you a few reasons. ചില കാര്യകാരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. Firstly, we need the Holy Spirit because the Holy Spirit helps us to confess that Jesus Christ is Lord. ഏറ്റവും പ്രധാനമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമുള്ളത് എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവാണ് യേശുക്രിസ്തു കർത്താവാണ് എന്ന് വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും നമുക്ക് പ്രേരണ നൽകുന്നത്. Paul tells us in 1 Corinthians chapter 12 verse 3 that no one can say that Jesus Christ is Lord except by the Holy Spirit. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. Now some people come to faith by some profound experience and encounters with God. ചിലരെ സംബന്ധിച്ച് അവർ വളരെ വിശിഷ്ടമായ ചില ജീവിത അനുഭവങ്ങളിൽ കൂടെയാണ്, ദൈവത്തിന്റെ ചില ഇടപെടലിലൂടെയാണ് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. Some people just grow in the faith by reading the word and praying. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവകൃപയിൽ നിരന്തരമായി ദൈവവചനം വായിക്കുകയും പ്രാർത്ഥനയും ഉറ്റിരുന്നുകൊണ്ടാണ് ഈ വിശ്വാസത്തിന്റെ തികവിലേക്ക് വളർന്നു വരുന്നത്. Some people come to faith by growing up in a Christian home. ചിലരെ സംബന്ധിച്ചാകട്ടെ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളരുന്നതിലൂടെയാണ് അവർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ചേർന്നു വരുന്നത്. But yet each of us who confess that Jesus Christ is Lord cannot do that except by God's Spirit putting that in our hearts and minds. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച ഏത് വിധത്തിലായിരുന്നാലും നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച് പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ മാത്രമാണ് യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുവാനും അത് വിശ്വസിക്കുവാനും നമുക്ക് ഇടയായി തീരുന്നത്. It is the Spirit who makes the work of Christ known to us and personal to us. യേശുക്രിസ്തുവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ അറിയിക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ അതിനെ ചേർത്ത് വയ്ക്കുവാൻ ഇടയായി തീരുന്നതും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താലും പ്രവർത്തനത്താലുമാണ്. The Spirit points to the Father and the Son. Nothing that the Spirit does is outside of this. പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിങ്കിലേക്കും പുത്രനായ ദൈവത്തിങ്കിലേക്കും നമ്മെ നയിക്കുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് പുറത്തുള്ളതായി മറ്റൊന്നുമേയില്ല. The Spirit is the third person in the Trinity. നമുക്കറിയാവുന്ന പോലെ തൃത്വത്തിൽ മൂന്നാമനാണ് പരിശുദ്ധാത്മാവ്. God as creator is for us. God as creator is for us. ദൈവം നമ്മെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്, സൃഷ്ടിച്ചിരിക്കുകയാണ്. God in Christ is with us. ദൈവം യേശുക്രിസ്തുവിൽ ഇന്ന് നമ്മുടെ ഉള്ളിലായിരിക്കുന്നു, നമ്മുടെ ഒപ്പമായിരിക്കുന്നു. And here comes the most intimate description ever. ഇതാണ് ഏറ്റവും വളരെ വിശദമായ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രത്യേകമായ അനുഭവം. That God in the Spirit is in us. ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് നമ്മുടെ ഉള്ളിലായിരിക്കുന്നു. അതാണ് ഏറ്റവും വിശിഷ്ടമായ പരിശുദ്ധാത്മാവുമായുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു പ്രത്യേകത. Isn't that powerful to know that God is with us in such an intimate way? പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ഇത്രമായി ഗാഢമായി നമ്മോടൊപ്പം നമ്മുടെ ഉള്ളിലായിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ? We need the Spirit to understand God. ദൈവത്തെ യഥാർത്ഥമായി അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. To understand the message of creation, of redemption, of reconciliation and restoration. ദൈവ സൃഷ്ടിയുടെയും ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെയും ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള പുനഃസ്ഥാപനത്തിന്റെയും യഥാർത്ഥമായ ആഴവും പൊരുളും തിരിച്ചറിയണമെങ്കിൽ
പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. The Spirit reveals Christ to us. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. The Spirit helps us to be a confessing Christian and a confessing church in a struggling and sinful world. ഇങ്ങനെ പാപം നിറഞ്ഞിരിക്കുന്ന വളരെ അരിഷ്ടതകളുള്ള ഒരു ലോകത്തിൽ യഥാർത്ഥമായി യേശുക്രിസ്തുവിന്റെ വിശ്വാസം ഏറ്റുപറയുന്ന, ദൈവവിശ്വാസം ഏറ്റുപറയുന്ന ക്രിസ്തു വിശ്വാസിയായിരിക്കുവാൻ, ഒരു സഭയായിരിക്കുവാൻ പരിശുദ്ധാത്മാവാണ് നമുക്ക് പ്രചോദനവും പ്രേരണയും നൽകുന്നത്. He helps us to say that Jesus is Lord amidst all the temptations and evil, injustices and sufferings we face in this world. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലും പരീക്ഷകളുടെയും പീഡകളുടെയും ഒക്കെ മധ്യത്തിലും, എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിലും യേശുക്രിസ്തു കർത്താവെന്ന് തിരിച്ചറിയാനും പ്രഖ്യാപിക്കാനും നമ്മെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. Jesus went out in the power of the Spirit into the wilderness to face the devil. പരിശുദ്ധാത്മാവിന്റെ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു നിർജ്ജന പ്രദേശത്ത് സാത്താനോട് പോരാടുവാൻ പോകുന്നത്. We go out into the world to face our giants, powers of evil and principalities. നമ്മുടെ ജീവിതത്തിന്റെ മല്ലന്മാരോട്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ അധീശത്വം നടത്തുന്ന വാഴ്ചകളോടും അധികാരങ്ങളോടും പോരാടുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. And in that to still be able to confess the lordship of Jesus Christ. നമ്മുടെ ആ ഒരു പോരാട്ടത്തിന്റെയും വലിയ പരീക്ഷകളുടെയും അനുഭവത്തിന് മധ്യത്തിലും യേശുക്രിസ്തു കർത്താവ് എന്ന് വിശ്വസിക്കുവാനും ഏറ്റുപറയാനും നമുക്ക് സാധിക്കുന്നു. We cannot do this on our own with our own strength and power. നമ്മുടെ സ്വന്തം ശക്തിയിലും കരുത്തിലും ആശ്രയിച്ച് ഒരിക്കലും നമുക്ക് ഇത് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. Because in the flesh it is impossible to please God. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജഡത്തിലൂടെ ഒരു നാളും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. But in the Spirit we are empowered to be children of God amidst the trials, tribulations and sufferings we face. എല്ലാ കഷ്ടതകളുടെയും പരീക്ഷകളുടെയും പീഡകളുടെയും മധ്യത്തിലും യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ നമുക്കിടയായിത്തീരുന്നു. God's Spirit gives us power to confess that Jesus Christ is Lord. യേശു കർത്താവ് എന്ന് ഏറ്റുപറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപയും ശക്തിയും നൽകുന്നു. The second thing that the Spirit does for us and why we need Him is because He convicts us of sin. രണ്ടാമതായി പരിശുദ്ധ നാം ശ്രമിക്കാറുണ്ട്. We don't realize that sin is this disobedience to God and rebellion against God's will. ദൈവത്തോടുള്ള അനുസരണക്കേടും ദൈവഹിതത്തോടുള്ള മറുതലിപ്പുമാണ് യഥാർത്ഥത്തിൽ പാപമെന്ന് തിരിച്ചറിയുവാൻ നാം താല്പര്യപ്പെടുന്നില്ല. We live in a world today where people have become comfortable in rebelling against God. ദൈവത്തോട് മറുതലിക്കുവാൻ തക്കവണ്ണം മറുതലിക്കുന്നത് വളരെ സാധാരണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. A long time ago in my house, one of my windows in the patio got cracked. എൻ്റെ വീടിൻ്റെ ജനാല അതിൻ്റെ ചില്ല് ഒരിക്കൽ അല്പം പൊട്ടിപ്പോയിരുന്നു. And I said to myself immediately that I was going to repair that glass. ഞാൻ ഉടനെ തന്നെ തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ആ പൊട്ടിയ ജനാല ചില്ല് ഒന്ന് മാറ്റി സ്ഥാപിക്കണം. But I was too busy and I didn't find the time to do it. ഞാൻ ഇച്ചിരി അല്പം തിരക്കായതുകൊണ്ട് ഉടനെ തന്നെ എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. And the cracks started to get bigger and bigger. ആ ചെറിയ ഒരു വിള്ളൽ അത് സാവകാശം വർദ്ധിക്കുവാൻ തുടങ്ങി. And I always said to myself, I'm going to attend to this tomorrow. ഓരോ ദിവസവും ഇത് കാണുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ഇത് നാളെ തന്നെ ഞാനിത് ശരിയാക്കും, നാളെ തന്നെ ഇത് ശരിയാക്കുമെന്ന് പറഞ്ഞു തുടങ്ങി. But many tomorrows came and went and I left the crack alone. എന്നാൽ ഒത്തിരി നാളുകൾ വന്നു പോയി, എന്നാൽ ആ വിള്ളൽ അത് അങ്ങനെ തന്നെ തുടർന്നു. And as a matter of time, though it irritated me, I became comfortable about doing nothing. ആദ്യമൊക്കെ ആ ഒരു പ്രശ്നം എന്നെ ഒന്ന് അലോസരപ്പെടുത്തിയിരുന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതും With this sinfulness. ഈ ലോകത്തിൽ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഹിംസകളും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കാരണക്കാരായ മനുഷ്യർ സാവകാശം അത് പ്രവർത്തിക്കുന്നത് അതിലൊരു പ്രശ്നമുണ്ടെന്ന് കരുതാതെ അതുമായി സമരസപ്പെട്ട് മുൻപോട്ട് പോവുകയാണ്. You see, because we do not see them as God sees them. എന്തുകൊണ്ടെന്നാൽ ദൈവം കാണുന്നത് പോലെ ആ സാഹചര്യങ്ങളെ
നാം കാണുന്നില്ല എന്നതാണ് കാരണം. We don't call them by the name that God calls them. ദൈവം ഏത് തരത്തിലാണോ ആ സാഹചര്യങ്ങളെ പേർചൊല്ലി വിളിക്കുന്നതിനോട് ഇടപെടുന്നത്, ആ രീതിയിൽ ഇടപെടുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് കാരണം. Therefore we will continue to sin, or we will continue to sin against other people. അതുകൊണ്ട് തന്നെ നിരന്തരമായി നാം പാപത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുകയും മറ്റുള്ളവർക്കെതിരെ നാം നിരന്തരമായി പാപം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. Paul tells us in 1 Corinthians 3 verse 16 and 17 that the Holy Spirit makes us holy. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1 Corinthians 3 16 and 17. മൂന്നാം അധ്യായം 16-17 വാക്യങ്ങൾ. And to be holy means to be distinct, separate and set apart for God in the world. വിശുദ്ധിയെ പറ്റിയാണ് ഈ വേദഭാഗത്തിൽ പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടത് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 3:16-17 വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. The Spirit draws us to the things of God and to a godly life. He helps us to overcome sin. ദൈവ വിഷയങ്ങളിലേക്കും ദൈവത്തിന്റെ അനുഭവങ്ങളിലേക്കും ദൈവിക ജീവിതത്തിലേക്കും നമ്മെ നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. He transforms us into Christ's glory so that we reflect the grace and love of Christ in the world. ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ആയതിനാൽ ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. He tells us what is right and what is wrong. എന്താണ് ശരി, ഏതാണ് തെറ്റ് എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. He tells us what is good and what is evil. ഏതാണ് നന്മ, ഏതാണ് ദുഷ്ടത എന്ന് തിരിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. He tells us what is of God and what is not. ദൈവത്തിൻ്റെത് ഏതെന്നും ദൈവത്തിൻ്റെതല്ലാത്തത് ഏതെന്നും തിരിച്ചറിയുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. He helps us to live God-fearing and God-pleasing lives. ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ജീവിതത്തിനായി നമ്മെ സജ്ജരാക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. Why do I need the Holy Spirit? എന്തുകൊണ്ടാണ് എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരിക്കുന്നത്? The third reason is because the Spirit brings us comfort and counsel. മൂന്നാമതായി പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം നൽകുന്നു, നമുക്ക് സദുപദേശം നൽകുന്നു. Life is not without difficulties. പ്രശ്നമില്ലാത്തതല്ല നമ്മുടെ ജീവിതം. We all know that we struggle with so many different things in life. അനേക കാര്യങ്ങളിൽ നാം ഉഴലുകയാണ്, ആകെ പ്രശ്നത്തിലാണ് എന്ന് നാം അറിയുന്നു. Whether it is with relationships or finances, ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളിൽ വന്ന പാളിച്ചയായിരിക്കാം, നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകളിലോ അനുഭവങ്ങളിലോ വന്നിട്ടുള്ള കുറവുകളായിരിക്കാം, sicknesses and diseases, നമ്മുടെ രോഗാവസ്ഥകളായിരിക്കാം, പലതരത്തിലുള്ള പ്രതിസന്ധികളായിരിക്കാം, destruction and death. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചയായിരിക്കാം, മരണത്തിന്റെ അനുഭവമായിരിക്കാം. The Bible tells us that the Spirit is our helper. എന്നാൽ ഈ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ സഹായിയായിരിക്കുന്നത്. And that's what we read in chapter 16. Wait for the helper. അതുതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. യഥാർത്ഥ സഹായകനു വേണ്ടി കാത്തിരിക്കുക. He is our comforter and our counselor. നമ്മെ ആശ്വസിപ്പിക്കുന്നവനും നമ്മെ ധൈര്യപ്പെടുത്തുന്നവനും നമ്മുടെ കാര്യസ്ഥനും ഈ പരിശുദ്ധാത്മാവാണ്. The Greek word is parakletos. ഈ ഗ്രീക്ക് പദം പാരക്ലീത്ത അല്ലെങ്കിൽ പാരക്ലീറ്റോസ് എന്നതാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ പദം. Which means that he walks alongside us and lifts us up when we fall. പാരക്ലീറ്റോസ് എന്ന വാക്കിന്റെ മൂലഭാഷയിലെ അർത്ഥം നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ സുഹൃത്ത്, സഹായി, വഴികാട്ടി എന്നൊക്കെയാണ്. He helps us to stand and he gives us strength in trial and tribulation. നമ്മുടെ ജീവിതത്തിന്റെ വലിയ അന്തരാള ഘട്ടങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ബലം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്. He gives us power and he gives us hope even in hopelessness. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളും നമുക്ക് പ്രതീക്ഷയും കരുത്തും നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്. In the past week I had my own personal struggles. കഴിഞ്ഞ
ആഴ്ചയിൽ വളരെ വ്യക്തിപരമായ ക്ലേശങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. I was called to go to South Africa and to be at my mother's bedside as she was critically ill. എൻ്റെ അമ്മയുടെ രോഗത്തിന്റെ അത്യാസന്ന നിലയിൽ പെട്ടെന്ന് തന്നെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി അമ്മയോടൊപ്പം സമയം ചെലവഴിക്കേണ്ടി വന്നു എനിക്ക്. The doctors said that she was going to leave us. ഡോക്ടർമാർ വളരെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി ആശങ്കാജനകമായ പല കാര്യങ്ങളാണ് പറഞ്ഞത്. But even now she's still very critical and gone even worse. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചയേക്കാൾ കുറച്ചുകൂടെ അത്യാസന്ന നിലയിലാണ് എൻ്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി. And last Friday I had to say goodbye to her. എന്നാൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ പ്രിയ മാതാവിനോട് ഒരു യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഇവിടേക്കുള്ള യാത്ര ആരംഭിച്ചത്. To come to be with you. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മയുടെ അത്യാസന്ന നിലയിൽ അമ്മയോട് എനിക്ക് യാത്ര പറയേണ്ടി വന്നു. And I can tell you friends, it was one of the most painful experiences I've ever encountered to say goodbye to my mother. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഞാൻ തുറന്നു പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും ഹൃദയഭേദകമായ ഒരു അനുഭവമായിരുന്നു എൻ്റെ അമ്മയോട് കഴിഞ്ഞ ദിവസം യാത്ര പറയേണ്ടി വന്ന അനുഭവം. But what gave me the strength to say goodbye and what gives me the strength to be here today with you? ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനും എൻ്റെ അമ്മയുടെ പ്രത്യേക അത്യാസന്ന നിലയിൽ യാത്ര പറയാനും എന്നെ ശക്തീകരിച്ചത് എന്താണ്? It is the presence and the power of the Holy Spirit. പ്രിയമുള്ളവരെ, അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന കരുത്തും മാത്രമാണത്. When life gets tough, the Spirit does a few things. നമ്മുടെ ജീവിതം വളരെയധികം ദുഷ്കരമായി തീരുമ്പോൾ പരിശുദ്ധാത്മാവ് ചില ഇടപെടലുകൾ നടത്താറുണ്ട്. And we find this particularly in Romans chapter 8. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. He groans with us. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം നമ്മുടെ ഞരക്കങ്ങളിൽ പങ്കുചേരുന്ന പരിശുദ്ധാത്മാവാണ്. He intercedes for us, meaning that he prays for us. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. He helps us in our weakness. നമ്മുടെ ബലഹീനതകൾ നമുക്ക് തുണ നിൽക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. He establishes us in the love of Christ and says that there is absolutely nothing that can take us away from the love of Christ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ ഉറപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ലോകത്തിലെ ഒരു ശക്തിക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് ബോധ്യം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്. He gives us hope. നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്. And he turns our sorrow into joy. നമ്മുടെ ദുഃഖത്തെ സന്തോഷമായി രൂപാന്തരപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. We need the Spirit because he brings us comfort and counsel. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ്. നമ്മെ ആശ്വാസവും നമുക്ക് ബലവും നമുക്ക് ധൈര്യവും നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്. Fourthly, we need the Spirit because the Spirit builds community. അടുത്തതായി ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് സഭാ സമൂഹത്തെ നിർമ്മിക്കുന്ന, ആ നിർമ്മാണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന അതാണ് പരിശുദ്ധാത്മാവ്. Acts chapter 2 verse 42 following presents a beautiful picture of how the Spirit builds community. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഏത് തരത്തിലാണ് പരിശുദ്ധാത്മാവ് സഭയുടെ ബന്ധങ്ങളെ, സഭയുടെ സാമൂഹിക ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നത് എന്ന് നാം കാണുന്നു. That when the Spirit came upon them, they stayed together. They prayed together. പരിശുദ്ധാത്മാവ് തങ്ങളുടെ മേൽ വന്നപ്പോൾ ആദിമസഭ ഒരുമിച്ചിരുന്നു, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. They praised God together. They studied the Bible together. അവർ ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്തി, അവർ ദൈവവചനം ഒരുമിച്ച് പങ്കുവച്ചു, ഒരുമിച്ച് പഠിച്ചു. They sold off the possessions and they gave to the poor. തങ്ങൾക്കുള്ളതെല്ലാം അവർ വിറ്റുകളഞ്ഞ് അവർ പരസ്പരം അത് പങ്കുവച്ചു. How does the Spirit build community? ഏത് തരത്തിലാണ് പരിശുദ്ധാത്മാവ് സാമൂഹിക ബന്ധങ്ങളെ നിർമ്മിക്കുന്നത്? Paul tells us in 1 Corinthians chapter 12 verses 8 to 10 that the Spirit gives us gifts, spiritual gifts. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വിവരിക്കുമ്പോൾ പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപാവരങ്ങളെ നൽകുന്നവനാണെന്ന്. They are wisdom, knowledge, faith, healing, miracles, prophecy, discernment and tongues. 12-ാമത്തെ അധ്യായത്തിൽ
വളരെ വിശദമായി പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവിടെ വിശ്വാസത്തെ പറ്റിയും വീര്യപ്രവർത്തികൾ, രോഗശാന്തിയുടെ വരം, വിവിധ ഭാഷകളുടെ വരം, വ്യാഖ്യാനത്തിൻ്റെ വരം, അങ്ങനെ വ്യത്യസ്തമായ വിവിധ കൃപാവരങ്ങളെ പറ്റി, പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെ പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നു. The Spirit does not only give us spiritual gifts, but He also gives us fruit. പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെ പറ്റിയും മറ്റൊരു വേദഭാഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. The gifts give us power, but the fruit gives us character. കൃപാവരങ്ങൾ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കരുത്തിനെയും ശക്തിയെയും നമുക്ക് നൽകുന്നുവെങ്കിൽ, ആത്മാവിൻ്റെ ഫലം നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതാണ്. The fruit are love, joy, peace, സ്നേഹം, സന്തോഷം, സമാധാനം, patience, kindness, goodness, ദയ, ദീർഘക്ഷമ, പരോപകാരം, faithfulness, gentleness, and self-control. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. We need both power and character. ഇവ രണ്ടും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഒരു വശത്ത് നമുക്ക് ബലം നൽകുന്ന കൃപാവരങ്ങൾ, മറുവശത്ത് നമ്മുടെ സ്വഭാവത്തെ, ആളത്തെ രൂപീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലം. The Spirit builds community by strengthening unity. പരിശുദ്ധാത്മാവ് ഐക്യമത്യം വർദ്ധിപ്പിക്കുന്നതിലൂടെയും അത് നിർമ്മിക്കുന്നതിലൂടെയുമാണ് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത്. By fostering reconciliation and peace. പരസ്പരമുള്ള അനുരഞ്ജനത്തിലൂടെ, യഥാർത്ഥ സമാധാനം നൽകുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവ് സഭയെ വളർത്തുന്നത്. There are many times in my life I have seen how the Spirit has brought unity to the church. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഏത് തരത്തിലാണ് പരിശുദ്ധാത്മാവ് ഏതെല്ലാം തരത്തിൽ സഭയിൽ ഐക്യം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. In 2023 at the Central Committee we were having some big debates on the issue of human sexuality. ലൈംഗികത സംബന്ധമായ, ലിംഗപരമായ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് 2023 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ ബോഡിയിൽ വളരെ വാക്കുതർക്കങ്ങളും ചർച്ചകളും ഉണ്ടായി. And we never thought we will come to consensus, but a miracle happened. അത് സംബന്ധിച്ച് ഒരു ഐക്യരൂപം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. പക്ഷേ വളരെ അത്ഭുതകരമായി അത്രമാത്രം വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ മധ്യത്തിൽ ഒരുമിച്ചുള്ള അഭിപ്രായത്തിലേക്ക് ചേർന്ന് വരുവാൻ ഞങ്ങൾക്കിടയായി തീർന്നു. And unity was preserved and sustained. Why? Because the Spirit was at work. പരിശുദ്ധാത്മാവ് അവിടെ ആവസിച്ചതുകൊണ്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുകൊണ്ടും മാത്രമാണ് ആ അസംബ്ലി മീറ്റിംഗിൽ വിഘടനത്തിനപ്പുറമായി ഒരു സ്വരച്ചേർച്ചയുടെ അനുഭവത്തിലേക്ക് നീങ്ങുവാൻ ഞങ്ങൾക്ക് സാധിച്ചത്. In my own church in South Africa, for 15 years after the union, we were having trouble. സൗത്ത് ആഫ്രിക്കയിലെ എൻ്റെ സഭയിൽ ഏതാണ്ട് 15 വർഷത്തോളം ഞങ്ങളുടെ സഭയിൽ വലിയ വിഭാഗീയത നിലനിന്നിരുന്നു. The union of two churches happened well, but then it had problems. രണ്ട് സഭകൾ ഒരുമിച്ച് ഒരേ സഭയായി രൂപപ്പെട്ടുവെങ്കിലും തുടർന്നും അനേക പ്രശ്നങ്ങളും വിഭാഗീയതകളും ആ രണ്ട് സഭകൾ തമ്മിൽ നിലനിന്നിരുന്നു. And everybody said it is impossible, these factions and groups will never come together. ഈ വ്യത്യസ്തമായ ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ഒരിക്കലും അവർ ഒരുമിച്ച് വരികയില്ല എന്ന് അനേകർ പറഞ്ഞു. They will never be reconciled. അവർ ഒരിക്കലും അനുരഞ്ജനപ്പെടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചത്. But 15 years later they became reconciled. എന്നാൽ പ്രിയമുള്ളവരെ, 15 വർഷങ്ങൾക്ക് ശേഷം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഞങ്ങൾക്ക് ഒരുമിക്കുവാനിടയായി തീർന്നു. It was not by human effort, but by God's Spirit. ഒരിക്കലും അത് മാനുഷികമായ പ്രയത്നം കൊണ്ടല്ല, നിശ്ചയമായും ദൈവാത്മാവിന്റെ പ്രവർത്തനത്താൽ മാത്രമാണ് അത് സാധ്യമായത്. And finally, the Spirit helps us to fulfill the Great Commission. അവസാനമായി പരിശുദ്ധാത്മാവ് വലിയ നിയോഗം പൂർത്തീകരിപ്പാൻ നമ്മെ ശക്തീകരിക്കുന്നു. Matthew 28 verses 16 to 20 speaks about the Great Commission. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുന്ന വലിയ നിയോഗത്തെ പറ്റി നാം വായിക്കുന്നുണ്ടല്ലോ. Which for many Christians is the Great Omission.
ചിലരെ For many Christians is the great omission. We don't do it. എന്നാൽ അനേക ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ വലിയ നിയോഗം എന്ന് പറയുന്നത് അവരത് പൂർണ്ണമായി ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുകയാണ്. അവർ ഒരിക്കലും ഏറ്റെടുത്തിട്ടേ ഇല്ല. John 15 verses 26 to 27 says this. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, But when the helper comes, the Spirit comes, whom I will send to you from the Father, the Spirit of truth who proceeds from the Father, he will bear witness about me, and you also will bear witness, because you have been with me from the beginning. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു. 13-ാമത്തെ വാക്യം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നിർത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. That is why Jesus told the disciples when they were ready to go out and declare and witness, he said, wait. ശിഷ്യന്മാർ വളരെ പെട്ടെന്ന് തന്നെ വളരെ ആവേശത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവം നൽകിയ നിയോഗം ഏറ്റെടുക്കുവാൻ സന്നദ്ധരായപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ കാത്തിരിക്കുക. Wait for the Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. And go out with the Spirit's power to be my witnesses. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക. In this Bible study this morning, I have tried to show you that we all as Christians need to rely on the presence and power of God's Holy Spirit. നാം ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനും നിശ്ചയമായും വിധേയപ്പെടേണ്ടവരാണ് എന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വേദ പഠനത്തിലൂടെ ഞാൻ താല്പര്യപ്പെട്ടത്. Why? Because the Spirit helps us to confess that Jesus is Lord. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു കർത്താവ് എന്ന് വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും നമുക്ക് ബലം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. The Spirit brings us conviction of sin, righteousness and judgment. ന്യായവിധിയെ പറ്റിയും നീതിയെ പറ്റിയും പാപത്തെ പറ്റിയും നമുക്ക് യഥാർത്ഥ ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. The Spirit gives us comfort and counsel in time of need. നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ നമുക്ക് കരുത്തും കരുതലും ബലവും നൽകുന്ന പരിശുദ്ധാത്മാവാണ്. The Spirit builds unity and helps us to fulfill the Great Commission. നമുക്ക് ഐക്യത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുകയും കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ നിയോഗം നിവർത്തിപ്പാൻ തക്കവണ്ണം നമ്മെ മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. Therefore the Apostle Paul calls us to walk in the Spirit. അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, നമ്മൾ ആത്മാവിൽ നടക്കുന്നവരായിരിക്കണമെന്ന്. To keep in step with the Spirit. ആത്മാവിന്റെ ചുവടുകളോടൊപ്പം ചുവടുവെക്കുന്നവരായിരിക്കണം ക്രിസ്തു വിശ്വാസി. And to be filled with the Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനാകണം ക്രിസ്തു വിശ്വാസി. A great preacher was once asked why he kept preaching on the filling of the Holy Spirit. ഒരു വലിയ പ്രസംഗകനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നിരന്തരമായി പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെ പറ്റിയും നിറവിനെ പറ്റിയും പ്രസംഗിക്കുന്നത്? To which he replied, because I have leaks. അപ്പോൾ ഈ പ്രസംഗകൻ അദ്ദേഹത്തോട് മറുപടിയായി പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമുള്ള നിറവിനെ പറ്റി ഞാൻ വീണ്ടും വീണ്ടും പ്രസംഗിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇടർച്ചകളുണ്ട്, എൻ്റെ ജീവിതത്തിന് ചില ചോർച്ചകളുണ്ട്, അതുകൊണ്ടാണ്. In life we all have leaks as we face our trials and tribulations. നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഒരുപക്ഷെ പലതരത്തിലുള്ള വിള്ളലുകളും ചോർച്ചകളും ഒക്കെ ഉണ്ടായേക്കാം. In life we all experience that sense of dry bones. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ആ വരണ്ട അസ്ഥികളുടെ അനുഭവം ഉണ്ടായേക്കാം. In our faith, in our life and in our living. നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത വഴികളിലും സഞ്ചാര ഇടങ്ങളിലും ചിലപ്പോഴൊക്കെ വരണ്ട അനുഭവങ്ങൾ ഉണ്ടായേക്കാം. Let us thirst for the Spirit and be filled with the Spirit. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാംക്ഷയുള്ളവരാകാം. ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ നമുക്ക് നിറയപ്പെടാം. Because we need Him to live the lives that God calls us to live.
in this world. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മോട് പരിശുദ്ധാത്മാവിൽ ആവശ്യപ്പെടുകയാണ്. In the name of the Father and of the Son and of the Holy Spirit. Amen. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ ആമേൻ.